ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം മുതൽ. പഥിഷു ച മുഗ്ധഭാവേന തത്ര തത്ര വിഷക്തമതിപ്രണയഭരഹൃദയ കാർപ്പണ്യാദ സ്കന്ധേനോദ്വഹതി എന്നേ ഉള്ളൂ കേട്ടോ. ഉദ്വഹതി. പഥിഷു ച മുഗ്ധഭാവേന തത്ര തത്ര വിഷക്തമതിപ്രണയഭരഹൃദയ കാർപ്പണ്യാദ സ്കന്ധേന ഉദ്വഹതി. സ്കന്ധേന ഉദ്വഹതി എന്ന് വായിച്ചു. അപ്പം നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കും. മുഗ്ധഭാവേന, മുഗ്ധഭാവത്താൽ, പഥിഷു വഴികളിൽ, തത്ര തത്ര അവിടെ വിഷക്തം വിഷയങ്ങൾ ആസ്വദിച്ച് നടക്കുന്ന, അത് കളിച്ച് ഇങ്ങനെ അങ്ങനെ നടക്കുന്ന അതിപ്രണയഭര ഹൃദയ, വളരെയധികം പ്രണയമുള്ള ഹൃദയത്തോടു കൂടിയവനായിട്ട്, കാർപ്പണ്യാത്, കാരണം ഏറ്റവും അധികം സ്നേഹം കൊണ്ട് പരവശമായ ഉദ്വഹതി വഹിക്കുന്നു. അതായത് കാടുകളിലൊക്കെ പ്രവേശിക്കുമ്പോൾ ഈ മാൻകുട്ടികൾ, നമുക്ക് പശുക്കിടാവുകളെ നമുക്കറിയാം, കുഞ്ഞു കിടാക്കളിങ്ങനെ കുതിച്ച് ചാടി ഓടിപ്പോകത്തില്ലേ, അങ്ങനെ ഓടിക്കളിച്ച് അത് താമസിക്കുക അവിടെ കാട്ടിലോട്ട് പോയാൽ. അങ്ങനെ അത് കാണുന്ന ആ സമയത്ത് അതിസ്നേഹം നിമിത്തം അതിനെ എന്ത് ചെയ്യും? തോളിലെടുത്ത് കൊണ്ട് നടക്കും. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ ആൾ ചെയ്യുന്ന ഒരു പെറ്റുകളെ വളർത്തുന്നെന്ന് പറയില്ലേ. നമ്മുടെ വീടുകളിൽ പൂച്ചയോ പട്ടിയോ അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള ജീവികളെ നമ്മൾ വളർത്തുമല്ലോ, വളർത്തുമൃഗങ്ങൾ വീടുകളിൽ അകത്ത്. അപ്പോൾ അതിനെയൊക്കെ ഒരുപാട് ലാളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ആൾക്കാർ. അതിൻ്റെ കാര്യം പറയാൻ അവർക്ക് 100 നാവ എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഭരത രാജർഷിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ആ വാക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പോലത്തെ അത്രയുള്ള ഇതേ ഉള്ളൂ, കാരണം ഗദ്യമായതുകൊണ്ട്. ഏവ മുത്സംഗ ഉരസി ചാധായോപലാളയൻ മുദം. ആ ചായൊക്കെ വെറുതെ എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഏവ മുത്സംഗ ഉരസിച്ച അധായോപലാളയൻ മുദം. ആധായ ച ആധായോപലാളയൻ. ആധായ ഉപലാളയൻ, ലാളിക്കുന്നവനായിട്ട്, പരമാമുദം അതായത് ആ പരമമായ സന്തോഷം, അവാപ പ്രാപിച്ചു. അതിനെ പരമം അവാപ, പരമാം അവാപ എന്നല്ല എഴുതിയിരിക്കുന്നത്. പരമമായ സന്തോഷത്തെ പരമാം എന്ന് വായിക്കണം. എന്നിട്ട് അവാപ പ്രാപിച്ചു. പരമാം മുദം, അത് ഈ മുദം ഇപ്പുറത്ത് വന്നു കേട്ടോ. ലാടയൻ മുദം പരമാം അവാപ, ആ പരമമായ ഉന്മാദത്തെ സന്തോഷത്തെ അനുഭവിച്ചു. ഏവം ഉത്സംഗ ഉരസി, അതായത് ഉത്സംഗം എന്ന് പറഞ്ഞാൽ മടിയിലും, ഉരസി മാറത്തും, ഉരസ് എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഭാഗം, ച അവിടെ അതാ വന്നിരിക്കുന്നത്. ആധായ ധരിച്ചിട്ട് അതിനെ മേത്ത് കെട്ടിപ്പിടിച്ച് വെക്കുന്നു, തലയിലെടുത്ത് വെക്കുന്നു. അങ്ങനെയൊക്കെ നമ്മളൊരു സാധാരണ ഒരു മൃഗത്തെ കണ്ട കുഞ്ഞുങ്ങളായിട്ടുള്ള പട്ടിക്കുഞ്ഞുങ്ങളെ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാൽ കാണിക്കുന്നത് എന്താ? അത് തന്നെ, അത് മാത്രം ഓർത്താൽ മതി മനസ്സിലിപ്പോൾ. ഉത്സംഗേ എന്ന് വെച്ചാൽ മടിയിൽ. ഉത്സംഗ ഉരസി ആധായോപലാളയൻ മുദം പരമാം അവാപ കിട്ടിയല്ലോ. പിന്നെ 15 ക്രിയായാം നിർവർത്യമാനായാം അന്തരാളേപി ഉദ്ധായോദ്ധായ യദൈനം അഭിചക്ഷീത തർഹി വാവാസ വർഷപതി പ്രകൃതിസ്തേന മനസാ തസ്മാ ആശാസ്തേ സ്വസ്തിസ്താദ് വത്സ തേ സർവത ഇതി. ക്രിയായാം കർമ്മം, നിർവർത്യമാനായാം കർമ്മം നടത്തുമ്പോൾ, നിർവഹിക്കപ്പെടുമ്പോൾ, അന്തരാളെ അകത്ത് അല്ലെങ്കിൽ ഉള്ളിൽ, ഉദ്ധായ എഴുന്നേറ്റിട്ട്, ഏനം ഇതിനെ, ഏനം അഭിചക്ഷീത കണ്ടോ,
ഏനം അഭിചക്ഷീത ആണ്. യഥാ നോക്കുമ്പോൾ, അഭിചക്ഷീത യഥാ യഥാ ഏനം അഭിചക്ഷീത, ഇതിനെ നോക്കുമ്പോൾ, തർഹി വാവ അതേ സമയത്ത്, സ വർഷപതി, ആ വർഷപതി എന്ന് പറഞ്ഞാൽ ചക്രവർത്തി, ആ ഒരു അജനാഭം എന്നുള്ള വർഷം എന്ന് വെച്ചാൽ ആ ഒരു വലിയൊരു ഭൂപ്രദേശം, അതിൻ്റെ പതി, അതിൻ്റെ രാജാവ്, പ്രകൃതിസ്ഥേന മനസ്സ, മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട്, വത്സ ഹേ ഹേ അല്ലയോ ബാലക, തേ നിനക്ക് സർവത എങ്ങും, സർവതഃ എങ്ങും, സ്വസ്തിസ്ഥാത് മംഗളം ഭവിക്കട്ടെ എന്ന്, തസ്മൈ അതിനായിക്കൊണ്ട്, ആശിസുകൾ ആശാസ്തേ എന്ന് പ്രാർത്ഥിക്കും. രാജാവിൻ്റെ കാര്യമാണ്. ദേവപൂജ മുതലായ നിത്യകർമ്മങ്ങളൊക്കെ നടത്തേണ്ട അവസരങ്ങളിൽ, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നടത്തുന്ന അവസരങ്ങളിൽ ഇടയ്ക്കിടെ എഴുന്നേറ്റ് ഈ മാൻകുട്ടിയെ എവിടെയെന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇത് എങ്ങോട്ടാണ് പോയെന്ന്. നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്നത് അങ്ങനെയല്ലേ, കുഞ്ഞുങ്ങൾ നടക്കുന്ന പ്രായമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കറിയാം സ്വല്പം നേരം അതിൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ശബ്ദം കുഞ്ഞിൻ്റെ തളയിട്ട് വിടും. നമ്മൾ ഇച്ചിരി കിലുക്കമുള്ള പാദത്തിലണിയുന്ന പാദസരം, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും തള നമ്മൾ കിലുക്കമുള്ളത് ഇട്ട് കൊടുക്കും. കാരണം ഇവരെവിടെയാണെന്ന് നമുക്കൊരു ഊഹം കിട്ടണ്ടേ അതിന് വേണ്ടി. അപ്പോൾ നമ്മളുടെ മനസ്സും കണ്ണും ഒക്കെ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാലും ഒരു ശ്രദ്ധ നമുക്ക് മറ്റേടത്തോട്ട് പോകും, ആ കുട്ടി എവിടെയെന്നുള്ളത്. അതുതന്നെ ഇദ്ദേഹവും ചെയ്തു. ആ സമയത്ത് ഈശ്വരനിൽ മനസ്സുറപ്പിക്കാൻ അതുകൊണ്ട് പറ്റുന്നില്ല. അത് അങ്ങനെയായിരുന്നു ഈ ഭരത രാജാവ് ചെയ്തിരുന്നത്, പൂജകൾ ചെയ്തിരുന്നത്. വത്സ, നിനക്ക് ഏത് ഭാഗത്തും മംഗളം ഭവിക്കട്ടെ എന്നാണ് മനസ്സുകൊണ്ട് എപ്പോഴും എന്നുവെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം ഭഗവത് സേവയാണ്. ആ ഭഗവത് സേവ ചെയ്യുമ്പോഴും മനസ്സെന്താ, ആ മാൻകുട്ടിയിലോട്ട് പോയിട്ട് മനസ്സ് പറയുന്നത് എന്താ, നിനക്കെപ്പോഴും ഒരു ആപത്തും വരാതെ നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് മോക്ഷം ലഭിക്കാനും ഭഗവാനെ അന്തർയാമിയായിരിക്കുന്ന ബ്രഹ്മത്തെ ദർശിക്കുവാനും ഇറങ്ങി പുറപ്പെട്ട ഭരതർഷി ഇപ്പോൾ എന്തായി, ഭരത രാജാവ് ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ മാൻകുട്ടിയുടെ പുറകെ അതിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക, ഈശ്വര പൂജ ചെയ്യുമ്പോഴും അതിന് മംഗളം ഭവിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാവിലും മനസ്സിലും ഉണരുക. അത്രയേ ഉള്ളൂ. ക്രിയായ വാക്കുകളൊക്കെ കിട്ടിയല്ലോ. വർഷപതി പ്രകൃതി ഏതൈനം അഭിചക്ഷീത, അങ്ങനെ വായിച്ചാൽ മതി. ഏതൈനം അഭിചക്ഷീത നിർവർത്യമാനായാം അന്തരാളേവി ഉദ്ധായോദ്ധായ, ക്രിയായാം നിർവർത്യമാനായാം എന്നാക്കുക. പിന്നെ വെട്ടിയിട്ട് അന്തരാളേപി, പിന്നെ പ്രശ്ലേഷത്തിന് ഇപ്പറേ പി എന്നാക്കുക. എന്നിട്ട് ഉദ്ധായോദ്ധായ, യദൈനം അഭിചക്ഷീത തർഹിവാസ വർഷപതി പ്രകൃതിസ്ഥേന മനസാ തസ്മാ ആശുഷ ആശാസ്തേ സ്വസ്തി സ്ഥാദ് വത്സ, സ്വസ്തി താത് വത്സ, വത്സ സ്വസ്തി ഉണ്ടാകട്ടെ. മനസ്സ ഏകാഗ്രമാക്കിയിട്ട്, വത്സ ഹേ ബാലകത്തെ നിനക്ക് സർവ്വത എല്ലാ എപ്പോഴും പ്രകൃതിസ്ഥേന സ്വസ്തി താത് വത്സ തേ സർവത ഇതി എന്ന് പറയും. അത്രയേ ഉള്ളൂ. അന്യതാ ഭൃശമുദ്വിഗ്നമന നഷ്ടദ്രവിണൈവ കൃപണ സ കരുണമതിതർഷേണ ഹരിണ കുണക വിരഹ വിഹ്വല ഹൃദയ സന്താപ തമേവ അനുശോചൻ. ആയസ് വെട്ടിക്കളഞ്ഞേരെ കേട്ടോ. വിഹ്വല ഹൃദയ സന്താപ തമേവാനുശോചൻ കില കസ്മലം മഹദാഭിരംഭിത ഇതി ഹോവാച. അന്യത, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്യത എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കൊടുക്കേണ്ടത് അത് കാണാതാകുമ്പോൾ, നോക്കുന്ന സമയത്ത് അന്യത, കാണുമെന്നോർത്തായിരിക്കും നോക്കുന്നത്, അങ്ങനെയല്ല. അത് അന്യത, അത് കാണാതെ ആകുമ്പോൾ. ഭൃശം ഉദ്വിഗ്നമന, വളരെ വിഷമിച്ച മനസ്സോട് കൂടിയവനായിട്ട്. നഷ്ടദ്രവിണ ഇവ, അത് ദ്രവ്യം നശിച്ച, സമ്പത്ത് നശിച്ച ഒരാളിനെ പോലെ കൃപണ, അധീനനായിട്ടും എല്ലാം തൻ്റെ എല്ലാം പോയി, സകലതും നഷ്ടപ്പെട്ടെന്ന് കൃപണനായിട്ട് കരുണയോടുകൂടി, സകരുണം അതിതർഷേണ
വളരെ അധികം പ്രത്യാശയോടുകൂടി ഹരിണ കുണക വിരഹ വിഹ്വല ഹൃദയ സന്താപ. ഹരിണം മാൻകുട്ടി, ഹരിണ കുണക വിരഹ വിഹ്വല, വിരഹം എന്ന് പറഞ്ഞാൽ വിയോഗം, തന്നിൽ നിന്ന് അകന്നു പോയ അവസ്ഥ നിമിത്തം പരവശ ഹൃദയം കൊണ്ട് സന്താപമുണ്ടായിട്ട് സന്താപത്തോട് കൂടിയവനായിട്ട് പിന്നെന്താ ചെയ്യുന്നത്? തം ഏവ അനുശോചൻ, അതിനെക്കുറിച്ച് തന്നെ അനുശോചിച്ച് മഹത് കശ്മലം, മഹത്തായ ആ കശ്മലതയെ, ദുഃഖത്തെ, അഭിരംഭിത, അതിനെ അങ്ങ് തലോടി, ആ ദുഃഖത്തെ അങ്ങ് ലാളിച്ച്, ദുഃഖത്തെ അങ്ങ് പ്രാപിച്ചവനായിട്ട് ഇതിഹ ഉവാച, ഇങ്ങനെ പറഞ്ഞു. കിട്ടിയല്ലോ. അന്യത ഭൃശമുദ്വിഗ്നമന നഷ്ടദ്രവിണ ഇവ കൃപണ സകരുണമതിതർഷേണ ഹരിണ കുണക വിരഹ വിഹ്വല ഹൃദയ സന്താപ തമേവാനുശോചൻ. വെട്ടേക്ക് അതാ നല്ലത്. തമേവാനുശോചൻ അവിടെ നിർത്തുക. കില കശ്മലം മഹദ് അഭിരംഭിത ഇതി ഹോവാച. ഉവാച എന്ന് വെച്ചാൽ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് ഹോവാച എന്ന് തന്നെ വായിച്ചാൽ മതി. മഹദ അഭിരംഭിത, മഹദ അതാ കഴിഞ്ഞിട്ട് അവർ എഴുതി വെക്കുകയാണെങ്കിൽ അഭിരംഭിത എന്ന് നമ്മൾ വായിക്കുമ്പോൾ വന്നോളൂ. 17 അഭിബദസ വൈകൃപണ ഏണ ബാലകോമൃത ഹരിണീ സുതോഹോ മമാനാര്യസ്യ അനാര്യസ്യ അങ്ങനെയാണ് കേട്ടോ. മമ എന്ത് എന്നുള്ളത് അനാര്യസ്യ, ആ മമ കഴിഞ്ഞിട്ടുള്ള നീട്ട് എന്നുള്ള അക്ഷരം അവിടെ, ആ മമ കഴിഞ്ഞിട്ട് മുകളിൽ ആ നീട്ട് വെട്ടിക്കളഞ്ഞിട്ട് മുകളിൽ ഒരു ഇടുക. അപ്പം മമ അനാര്യസ്യ എന്നായിക്കോളും. ഷഠകിരാതമതേര അകൃത സുഹൃതസ്യ കൃതവിശ്രംഭ ആത്മപ്രത്യയേന തദവിഗണയൻ സുജന ഇവാഗമിഷ്യതി. അതാ അഹോ ഷഠകിരാതമതേ, ഷഠനായ കിരാതൻ്റെ ബുദ്ധി പോലെ കൂടിയിരിക്കുന്ന അനാര്യസ്യ ദുഷ്ടനും സുഹൃതഹീനനുമായ അകൃത സുഹൃതസ്യ എന്ന് വെച്ചാൽ സുഹൃതമില്ലാത്തവനായിരിക്കുന്ന മമ എൻ്റെ പേരിൽ കൃതവിശ്രംഭ വിശ്വാസത്തോടു കൂടി എന്നെ വിശ്വസിച്ചാണല്ലോ കുഞ്ഞ് ജീവിക്കുന്നത്, കുഞ്ഞു മാൻകുട്ടി. മൃതഹരിണീസുത, ആ മരിച്ച മാൻപേടയുടെ പുത്രനായ, ഇതൊക്കെ അങ്ങനെയൊക്കെ ആയി. ഇപ്പം ഒരു മാൻകുട്ടി എന്നുള്ളതൊക്കെ കഴിഞ്ഞാൽ ആ മരിച്ച ഗർഭത്തിലുണ്ടായിരുന്ന കുട്ടിയെ പ്രസവിച്ചിട്ടിട്ട് അതിൻ്റെ അമ്മ മരിച്ചുപോയി. അതൊരു മനുഷ്യൻ്റെ ഒരു രീതിയിലോട്ട് അതിനെ കൊണ്ടുവന്നു ആ മനസ്സുകൊണ്ട്. മാൻപേടയുടെ പുത്രനായ കൃപണ ദീനനായ ഏണബാലക, ആ മാൻകുട്ടി, ബാലക എന്നൊക്കെയാണ് പറയുന്നത്, ആത്മപ്രത്യയേന ആത്മവിശുദ്ധിയാൽ തത് അവിഗണയൻ അതിനെ ഗണിക്കാതെ കണ്ട് സുജന ഇവ സജ്ജനം എന്ന പോലെ ആഗമിഷ്യതി ആഗമിക്കുമോ, നീ ഇനി വരുമോന്ന് എന്ന് ആകപ്പാടെ അങ്കലാപ്പായി അദ്ദേഹത്തിന് ആ മാൻകുട്ടിയെ കാണാഞ്ഞപ്പോൾ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതല്ലേ പറഞ്ഞത്, ഇതി ഉവാച, ഇങ്ങനെ പറഞ്ഞു എന്ന്. എങ്ങനെയാണ് പറഞ്ഞത്? അഭിബദസ വൈ കൃപണ ഏണബാലകോ മൃതഹരിണീസുതോഹോ മമ അനാര്യസ്യ ഷഠകിരാതമതേരാകൃത സുഹൃതസ്യ. ഷഠകിരാതമതേരാകൃത എന്ന് വായിക്കണം. ഷഠകിരാതമതേരാകൃത, അവിടെ മതേ കഴിഞ്ഞിട്ടൊരു രായുടെ അവിടെ അകൃത എന്ന്, രായുടെ കൃതിൻ്റെ ഇടയ്ക്കൊരു എഴുതി മുകളിലായിട്ട് എഴുതി വെച്ചാൽ അകൃത സുഹൃതസ്യ കൃതവിശ്രംഭ ആത്മപ്രത്യയേന തദഭിഗണയൻ പറയണം. അതങ്ങനെ ആയിക്കോളും. തദഭിഗണയൻ സുജന ഇവ ആഗമിഷ്യതി. ഇങ്ങോട്ട് അരികത്തോട്ട് വരുമോ എന്ന് ചോദിക്കുക മാൻകുട്ടിയോട്. 18 അഭിക്ഷേമേണാസ്മിൻ ആശ്രമോപവനെ ഷഷ്പാണി ചരന്തം ദേവഗുപ്തം ദ്രക്ഷ്യാമി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് എന്താ, ഇങ്ങനെ കാണാമോ ഷഷ്പാണി, അതായത് തീരെ തളിരായിട്ടുള്ള ഷഷ്പാണി, കോമള പുല്ലിൻ്റെ നാമ്പുകളല്ലേ അങ്ങനത്തെ കാര്യത്തിനെ പറഞ്ഞ തീരെ ലോലമായ ഇളം പുല്ല്, അത് തൃണങ്ങളെ ചരന്തം ഭക്ഷിക്കുന്നവനും ദേവഗുപ്തം ഈശ്വരനാൽ ഭഗവാനാണോ രക്ഷിക്കുന്നത്, അതുകൊണ്ട് ദേവഗുപ്തമായിട്ട് രക്ഷപ്പെട്ട ഈശ്വരനാൽ രക്ഷിക്കപ്പെട്ട്
അസ്മിൻ ആശ്രമ ഉപവനെ, ആശ്രമത്തിൻ്റെ സമീപ ഉപവനത്തിൽ അതിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ ക്ഷേമേണ സന്തോഷത്തോടു കൂടി ക്ഷേമത്തോടു കൂടി അഭി ദ്രക്ഷ്യാമി ഞാൻ കാണുമോ, അതിനെ പുല്ല് തിന്നുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള കാഴ്ച എനിക്ക് കാണാൻ സാധിക്കുമോ, ഇങ്ങനെ പറയുക. 19 അഭി ച ന വൃക, മറ്റേതൊന്നുകൂടെ വായിക്കണം. അഭി ക്ഷേമേണ അസ്മിൻ ആശ്രമോപവനെ, അസ്മിൻ ആശ്രമോപവനെ നാക്കിക്കൊള്ളുക. അഭിക്ഷേമേണ അസ്മിൻ ആശ്രമോപവനെ ഷഷ്പാണി ചരന്തം ദേവഗുപ്തം ദ്രക്ഷ്യാമി. 19 അഭി ച ന വൃക ശാലാവൃഗോന്യതമോ വ നൈക ചര ഏകചരോ വ ഭക്ഷയതി. നൈകചര എന്ന് വെച്ചാൽ ഒന്നായിട്ടല്ലാതെ സഞ്ചരിക്കുന്നവൻ എന്ന് വെച്ചാൽ കൂട്ടത്തോടെ വരുന്ന നായ്ക്കൾ. ഏകചര ഒറ്റയ്ക്കായി സഞ്ചരിക്കുന്നത്. വൃക ചെന്നായോ. ശാലാവൃക അതായത് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ പട്ടികളോ വാ ശാലാവൃക വാ അത് പട്ടിയോ ഭക്ഷയതി തിന്നിരിക്കുമോ, അതിനെ ഭക്ഷിച്ച് കാണുമോ. അപി ച ന വൃക ശാലാവൃഗോ അന്യതമോ വാ നൈകചര ഏകചരോ വാ ഭക്ഷയതി. ന ഏകചര അല്ലെങ്കിൽ ഒന്നിച്ച് വായിച്ചാൽ മതി, അതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട. നൈകചര ഏകചരോ വാ ഭക്ഷയതി. സംഘം ചേർന്ന് വരുന്ന പന്നി മുതലായ ജീവികളോ അല്ലെങ്കിൽ ഒറ്റയായിട്ട് വരുന്ന കൂട്ടമായിട്ട് വരുന്ന വലിയ വലിയ ജീവികൾ, വ്യാഘ്രം, ചെന്നായ, നമ്മുടെ നാടൻ പട്ടികൾ, അതങ്ങനത്തെ വല്ലതും ആ ബാലകനെ പിടിച്ച് തിന്നു കാണുമോ. 20 നിമ്ലോചതിഹ ഭഗവാൻ സകല ജഗത് ക്ഷേമോദയ സത്രയ്യാത്മാദ്യാപി മമ ന മൃഗവധൂന്യാസ ആഗച്ഛതി സകല ജഗക്ഷേമോദയ. ത്രയ്യാത്മാ വേദ സ്വരൂപമായിരിക്കുന്ന ഈ ഭഗവാൻ നിമ്ലോചതി, അത് പറഞ്ഞു. നിമ്ലോചതി ഹ ഭഗവാൻ സകല ജഗക്ഷേമോദയ ത്രയ്യാത്മാ അദ്യാപി. ത്രയ്യാത്മാ അദ്യാപി എന്നാക്കണം. അതെ അസാ അവിടെ വേണ്ട. നിമ്ലോചതി ഹ ഭഗവാൻ സകല ജഗക്ഷേമോദയ ത്രയ്യാത്മാ അദ്യാപി. ത്രയ്യാത്മാ അദ്യാപി എന്നാക്കിക്കോ, അപ്പോൾ വായിക്കാൻ നല്ല സുഖമാണ്. മമ ന മൃഗവധൂന്യാസ ആഗച്ഛതി. സകല ലോകത്തിൻ്റെയും ക്ഷേമത്തിന് ഉദയത്തിന് കാരണമായിരിക്കുന്ന വേദസ്വരൂപനുമായിരിക്കുന്ന ഭഗവാൻ അസ്തമിക്കുന്നു എന്നുവെച്ചാൽ അസ്തമിച്ചു തീരുന്നു സൂര്യൻ. മമ മൃഗവധൂന്യാസ, ആ മൃഗവധുവിൻ്റെ കാര്യം അദ്യാപി ആഗച്ഛതി ഇപ്പോഴും വരുന്നില്ലല്ലോ, സന്ധ്യയാകാറായി, ഇതുവരെ കണ്ടില്ലല്ലോ എന്നേ ഉള്ളൂ മാൻകുട്ടിയെ. 21 അപി സ്വിദാകൃത സുഹൃതമാഗത്യ മാം സുഖയിഷ്യതി ഹരിണ രാജകുമാരോ വിവിധ രുചിര ദർശനീയ നിജ മൃഗധാരക വിനോദൈർ അസന്തോഷം സ്വാനാം അപനുദൻ. വിവിധ രുചിര ദർശനീയ നിജ മൃഗധാരക വിനോദൈഹി സ്വാനാം, ഏറ്റവും അവസാനത്തേത് ആ ലൈന്, സ്വാനാം അപനുദൻ, ആ വാക്ക് കിട്ടിയല്ലോ, സ്വാനാം അപനുദൻ. അപനുദൻ ഹരിണ രാജകുമാര, മാൻകുട്ടിയാകുന്ന രാജകുമാരൻ. രാജാവ് പറയുന്നതാണ്, മാൻകുട്ടി താൻ വളർത്തുന്നതുകൊണ്ട്, രാജാവ് വളർത്തുന്നതുകൊണ്ട് അത് രാജകുമാരനായി. അകൃത സുഹൃതം, സുഹൃതമില്ലാത്ത എന്നെ, എന്നെ എന്നാണ് അവിടെ പറഞ്ഞ. അകൃത സുഹൃതമില്ലാത്ത എന്നെ ആഗത്യ വന്നിട്ട് അപി സ്വിത് സുഖയിഷ്യതി, എന്നെ ഇനി സുഖിപ്പിക്കുമോ, എന്നെ ഇനി സന്തോഷിപ്പിക്കുമോ. അസന്തോഷം ഖേദത്തെ വിനോദൈർ അസന്തോഷം, മൃഗധാര വിനോദൈർ അസന്തോഷം സ്വാനാം അപനുദൻ. കിട്ടിയല്ലോ എല്ലാ വാക്കുകളും, ഞങ്ങളെല്ലാം പറഞ്ഞില്ലേ.
വിവിധ രുചിര നിജ മൃഗ ധാരക വിനോദൈ. ആ വിനോദങ്ങൾ അതിൻ്റെ ഒരു മാൻകുട്ടിയുടെ നിജമൃഗധാരക വിനോദം, അത് ആ കുഞ്ഞു മാൻകുട്ടിയുടേതായിട്ടുള്ള ലീലകൾ കൊണ്ട് സ്വാനാം അപനുതൻ എന്നെ സുഖിപ്പിക്കുമോയെന്ന്. അഭിസ്വിത സുഖയിഷ്യതി എന്ന് അവിടെയാണ് സ്വാനാം അപനുതൻ എന്നെ ഇനി അങ്ങനെ തന്നെ സുഖിപ്പിക്കുമോ. സ്വാനാം അപനുതൻ വാക്കുകളൊക്കെ കിട്ടിയില്ലേ? നീ 22. ക്ഷേളികായാം മാം മൃഷാസമാധിനാമീലിതദൃശം ആമീലിതദൃശം പ്രേമസംരംഭേണ ചകിത ആഗത്യ പൃഷത പരുഷ വിഷാണാഗ്രേണ ലുഠതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരസുക. ലുഠതി. ക്ഷേളികായാം കളിയിൽ മൃഷാസമാധിന തെറ്റായ സമാധി കൊണ്ട് ആമീലിത ദൃശ്യം ആമീലതങ്ങളായ കണ്ണുകളോട് മാം എന്നെ ചകിത ആഗത്യ ഏറ്റവും ഭയപ്പെട്ടുകൊണ്ട് അരികത്ത് വന്ന് എന്നെ കണ്ടിട്ട് പേടിച്ച് അരികത്ത് വന്ന് പ്രേമസംരംഭേണ പ്രണയകോപത്തോടുകൂടി എന്നുവെച്ചാൽ പ്രണയകലഹത്തോടുകൂടി പരിഭവത്തോടുകൂടിയൊക്കെ പറയില്ലേ. പൃഷത പരുഷ വിഷാണാഗ്രേണ. പൃഷത് ആ വാക്ക് പൃഷത് എന്നുള്ള വാക്കെന്ന് ഒരു പുതിയ വാക്കാണ് കേട്ടോ. ഞാനത് കേട്ടിട്ടില്ലാത്ത എന്ന് വെച്ചാൽ പൃഷത് ജലത്തുള്ളി പോലെ എന്നാണ് ഇവിടെ അർത്ഥം ഞാൻ നോക്കിയിട്ട് കണ്ടത്. ജലത്തുള്ളി പോലെ. പൃഷത്ത് അപരുഷ മൃദുവായ പരുഷമല്ലാത്ത എന്നുള്ള അർത്ഥം. പരുഷമല്ലാത്തതെന്ന് പറഞ്ഞാൽ പരിപരിപ്പല്ല ഉള്ളതല്ലാത്ത എന്ന് പറഞ്ഞാൽ മൃദുലമായ എന്ന് നമുക്ക് ഇങ്ങോട്ടെടുക്കാം അർത്ഥം. വിഷാണാഗ്രേണ കൊമ്പിൻ്റെ അറ്റത്ത് ലുഠതി ഉരസും അല്ലേ, പതുക്കെ ഉരസും. നേരം പോകായിട്ട് കളിക്കാൻ വേണ്ടി ഞാൻ സമാധി നാട്യത്തിൽ ഇങ്ങനെ പകുതി അർത്ഥനിമീലിതങ്ങളായ കണ്ണുകളോടുകൂടി ഇരിക്കുമ്പോൾ ജലത്തുള്ളി പോലെ മൃദുവായ, അത്രയും മൃദുവായ അതിൻ്റെ കൊമ്പിനെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആ തലപ്പ് കൊണ്ട് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വന്ന് ഉരസുമോ, എന്നെ ഇങ്ങനെ സ്നേഹിച്ച് വരുമ്പോൾ ഇതെങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, അതുപോലെ എന്നെ ഉരസുമോ എന്നാണ് ചോദിക്കുന്നത്. 23. ആസാദിത ഹവിഷി ബർഹിഷി ദൂഷിതേ മായോപാലബ്ധോ ഭീത സപദ്യുപരതരാസ ഋഷികുമാരവദവഹിത കരണകലാപ ആസ്തേ. ഇതിനകത്ത് ഇച്ചിരി വാക്കുകളൊക്കെ തിരുത്താനല്ല ഹോമ ഇടാൻ. ആസാദിത ഹവിഷി ബർഹിഷി നമുക്കറിയാം. ബർഹിസ് എന്ന് പറഞ്ഞാൽ ദർപ്പ. ദുഷിക്കപ്പെടുമ്പോൾ അതാ നമ്മൾ ബർഹിഷി എന്ന് പറഞ്ഞപ്പോൾ പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ, അത് ഇതിനകത്ത് പറഞ്ഞല്ലോ. അങ്ങോട്ട് തിരിച്ച് ദർഭ ഇട്ട് ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരുന്ന ആളെന്നാണ് ദർഭ പുല്ല് പിന്നെ അതുപോലെ ആസാദിത ഹവിഷി, അത് ഹവിസോട് കൂടി എന്നാണ് അർത്ഥം അവിടെ. ഹവിഷി ബർഹിഷി ദർഭ ദൂഷിക്കപ്പെടുമ്പോൾ മയാ ഉപാലബ്ധ എന്നാൽ വഴക്ക് പറയപ്പെട്ടതായിട്ട്, ഉപലബ്ധ ശകാരിക്കപ്പെട്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞതായിട്ട്, ഭീത വളരെ ഭയപ്പെട്ട്, സപതി ഉപരതരാസ പെട്ടെന്ന് ഉപരതി എന്ന് വെച്ചാൽ നിർത്തി എന്ത് രാസ കളി അവസാനിപ്പിച്ചിട്ട്, ഋഷികുമാരവത് ഋഷി ബാലകനെ പോലെ അവഹിത കരണകലാപ വളരെ അടക്കിയ ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട് ആസ്തേ ഇരിക്കും. ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന്, ആ മാൻകുട്ടി ഒരു ഋഷി ബാലകനെ പോലെ കൈകാലുകളെല്ലാം ഒതുങ്ങി നിൽക്കുമല്ലോ. എന്തൊരു ബുദ്ധിവിശേഷമുള്ളതായിരുന്നു ആ മാൻകുട്ടി, എങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നല്ലോ ആ മാൻകുട്ടി നേരത്തെ. അതിനിയും വരുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം. ആസാദിത ഹവിഷി ബർഹിഷി ദൂഷിതേ മയോപാലബ്ധോ ഭീത സപതി ഉപരത കഴിഞ്ഞിട്ട് കോമ രാസ ഋഷികുമാര, അത് വേറെ വാക്ക, രാസ ഋഷികുമാരവദവഹിത കോമ കരണകലാപ ആസ്തേ. അവഹിത കരണകലാപ ആസ്തേ. 24. കിം വാ അരേ ആചരിതം തപസ്വിന്യാനയാ യദിയമവനി സവിനയ കൃഷ്ണസാരതനയ തനുതര സ്വഭഗ ശിവതമാ
ഖരാ ആഖര ആഖരയായിരിക്കും. അഖര താര സുഭഗ ശിവത അഖര ഖുര പദപംക്തിഭിർ ദ്രവിണ വിധുരാതുരസ്യ കൃപണസ്യ മമ ദ്രവിണ പദവീം സൂചയന്തി ആത്മാനം ച സർവദാ കൃതകൗതുകം ദ്വിജാനാം സ്വർഗാപവർഗകാമാനാം ദേവയജനം കരോതി. കിം വാ അരേ തപസ്വിന്യ തപ എന്തൊരു തപസ്. തപസ്വിന്യ എന്ന് വായിക്കണേ. ആ തപസ്വിന്യ എന്ന് രണ്ട്. തപഹ തപസ്വിന്യ അനയ ഇവളാൽ. തപസ്വിന്യ നീട്ടില്ല, നീട്ട് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. കിം വാ അരേ ആചരിതം തപസ്വിന്യ അനയ യദിയം അവനി. തപ കഴിഞ്ഞിട്ട് അസ എന്ന് വെട്ടിക്കളഞ്ഞര്. തപസ്വിന്യ അനയ. ഇന്യാ നീട്ടില്ലേ, ആ ഇന്യാന്ന് നീട്ടുള്ള അന്യാന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെ ആ തപസ്വിന്യ എന്ന് മാത്രം എഴുതിയിട്ട് ആ നീട്ടുള്ള ആ ദീർഘം വെട്ടിക്കളഞ്ഞിട്ട് അനയാന്നാക്കുക. അനയ യദിയം അവനി. യദ ഇയം അവനി ഈ ഭൂമി. അതും അങ്ങനെ തന്നെ. യദിയം അവനി സ വിനയ കോമ കൃഷ്ണസാര തനയ. കിട്ടിയോ? തനയ തനുതര സുഭഗ. തനുതര കഴിഞ്ഞ് കോമ, സുഭഗ കഴിഞ്ഞ് കോമ, ശിവതമ അഖര. ഖുര പദ പങ്ക്തിഭിർ പദപങ്ക്തിഭിർ അവിടെ കോമ, ഭിർ കഴിഞ്ഞിട്ട് കോമ, ദ്രവിണ വിധുരാതുരസ്യ കൃപണസ്യ മമ ദ്രവിണ പദവീം സൂചയന്തി ആത്മാനം ഒന്നിച്ച് വായിച്ചാൽ മതി. ച സർവദാ കൃതകൗതുകം ദ്വിജാനാം സ്വർഗാപവർഗകാമാനാം ദേവയജനം കരോതി. എല്ലാ വാക്കും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞ ശേഷം എഴുന്നേറ്റ് ആശ്രമത്തിൽ നിന്ന് പുറമേ നോക്കിയപ്പോൾ മാൻകുട്ടിയുടെ കുളമ്പടിയുടെ ശബ്ദം കുളമ്പടികളുടെ പതിഞ്ഞിരിക്കുന്നത് ആ പ്രദേശം കണ്ടു. അങ്ങോട്ട് ഓടി ചെന്നു. സംഭ്രമത്തോടു കൂടി പറയും, അയ്യോ ഭാഗവതിയായ ഭൂമിദേവി എന്തൊരു തപസ് ചെയ്തു എന്നാൽ ഇതിൻ്റെ കുളമ്പടി കൊള്ളാനായിട്ട് ഈ ഭൂമിയിൽ മനോഹരനായ ആ മാൻകുട്ടിയുടെ വളരെ സൂക്ഷ്മങ്ങളും ഭംഗിയേറിയതും പരിപാവനങ്ങളും ആയ കുളമ്പടികളുടെ നിരയാൽ ആ കൃഷ്ണസാര ബാലകനായ തൻ്റെ ധനമാണത്. ആ ധനം അദർശന നിമിത്തം ഖേദിക്കുന്ന എനിക്ക് ആ മുതൽ പോയിരിക്കുന്ന വഴി കാട്ടിത്തന്നത് എന്നൊക്കെയാണ് പറയുന്നത്. വളരെയധികം വിപുലമായിട്ട് സാഹിത്യത്തിലൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഗദ്യത്തിൽ എഴുതിയിരിക്കുന്ന വളരെ സാഹിത്യപരമായിട്ടാണ്. അതൊരു നമ്മൾ ഒരു വായനക്കാരൻ എന്ന് വെച്ചാൽ ഭഗവത് ഭക്തി കൂടാതെ ഒരു സാധാരണ വായിക്കുന്നയാളെന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഭംഗിയേറിയ ഒരു ഗദ്യ സ്വഭാവത്തോടു കൂടിയതാണ് ഈ ഭാഗങ്ങളൊക്കെ. നല്ല ഗദ്യത്തിനൊരു നല്ല ഒഴുക്ക്, പദ്യത്തിനേക്കാൾ ഒരു കവിതയേക്കാൾ ഭംഗിയായ പദങ്ങൾ കൊണ്ട് കോർത്തിണക്കി, അർത്ഥങ്ങളും കോർത്തിണക്കി നല്ല സുന്ദരമായ ഒരു ശൈലിയിലാണ് ഈ ഗദ്യം എഴുതുന്നത്. അന്നത്തെ കാലത്ത് ഗദ്യം എഴുതുക എന്ന് പറയുന്നത് പദ്യത്തിനേക്കാൾ പ്രയാസമായിരുന്നു. പദ്യം അങ്ങനെ അവരിൽ തന്നെ ഉൾക്കൊണ്ടിരുന്നത് കൊണ്ട് ഋഷിമാരെല്ലാം അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്യാനും എളുപ്പമായതുകൊണ്ടായിരിക്കാം പദ്യരീതിയിൽ, അതായത് വൃത്തത്തിൽ ഛന്ദസ്സായിട്ട് ഇങ്ങനെ എഴുതിയിരുന്നത്, ഛന്ദസ്സുകളായിട്ടായിരുന്നു വേദങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിരുന്നത്. ഈ തരം ഗദ്യ സൃഷ്ടികൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത് വളരെ ആ ഒരു എഴുത്തുകാരൻ്റെ എഴുതുന്നയാളിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ടാണ്. എന്നുവെച്ചാൽ ഇതിനെ പാണ്ഡിത്യത്തെ അളക്കുന്ന ഒരു അളവ് പോലായിട്ടായിരുന്നു ഗദ്യ രീതിയിൽ ഉള്ള രചനകൾ ചെയ്തിരുന്നത്. അതുകൊണ്ട്
ഈ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന മിക്ക കൃതികളിലും ഈ ഗദ്യഭാഗങ്ങൾ കുറച്ചെങ്കിലും ഉൾപ്പെടുത്തിയിരുന്നു. എഴുതിയ ആളിൻ്റെ ഒരു പ്രാഗൽഭ്യത്തെ തെളിയിക്കാൻ വേണ്ടി മാത്രം. അത് ശരിക്കും നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നന്നായി മനസ്സിലാകും. കാരണം അത്ര സുന്ദരമായിട്ടാണ് വരികളൊക്കെ എഴുതിയിരിക്കുന്നത്. ആ കൺസെപ്റ്റ്, ആ മനസ്സിലുള്ള ആ ചിന്ത, ആ എഴുത്തുകാരൻ്റെ ചിന്തയും അത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു ഈ മാൻകുട്ടിയുടെ കഥയിൽ നമുക്ക് മനസ്സിലാകും. ആ അർത്ഥങ്ങളൊക്കെ വായിച്ചിങ്ങനെ വരുമ്പം എഴുതിയിരിക്കുന്നത് വായിച്ച കൃഷ്ണസാര ബാലകനായ ആ ധനം, അത് അദ്ദേഹത്തിൻ്റെ വലിയ ധനമായിട്ട് കരുതുന്നു. അദർശന നിമിത്തം കാഴ്ച ഇല്ലാത്ത, അതിനെ കാണാതിരുന്നപ്പോൾ ഖേദിക്കുന്ന എനിക്ക് ആ മുതൽ പോയിരിക്കുന്ന വഴി കാട്ടിത്തന്നത് ഈ ഭൂമിദേവിയല്ലേ എന്ന് വെച്ചാൽ ആ കുളമ്പിൻ്റെ ആ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനുണ്ടായ സംഭ്രമവും പരവേശവും, അതിന് എന്തോ ഇവിടെ തന്നെ അടുത്തിവിടെ ഉണ്ടെന്നുള്ളൊരു ആശ്വാസമോ എല്ലാം കൂടി കലർന്ന ഒരു വികാരത്തെ ഈ വാക്കുകളിൽ കൂടി, ഗദ്യവാക്കുകളിൽ കൂടി അറിയിക്കുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമില്ല. അതങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ അത് ആശ്വസിപ്പിക്കുന്നതിന് പുറമെ ഈ കുളമ്പടികളാകുന്ന ആഭരണങ്ങളെ ധരിച്ചിരിക്കുന്ന തൻ്റെ സ്ഥാനം ബ്രാഹ്മണർക്ക് സ്വർഗാദി സുഖഭോഗങ്ങളെ നൽകുന്നതിന് സമർത്ഥമായ യാഗം ചെയ്യുവാൻ യോഗ്യമാണെന്ന് ഏറ്റവും നല്ല സ്ഥലമെന്ന് ഭൂമിയിൽ കണ്ടുപിടിക്കുന്നത് യാഗം ചെയ്യാനുള്ള സ്ഥലമാണ്. അതെന്ന് പറഞ്ഞാൽ ഈ കുളമ്പടികൾ ഉണ്ടായിരിക്കുന്ന ഈ സ്ഥലം അതിന് പോലും യോഗ്യമാണ് എന്നൊക്കെയാണ് ഈ ഭരത രാജാവ്, ഈ സന്യാസിയായിപ്പോയ ഭരതരാജാവ് പറയുന്നത്. അപ്പോൾ എന്തുമാത്രം അതിനകത്ത് ഇൻവോൾവായി ഭരതൻ, എത്രമാത്രം ആ ബന്ധനപ്പെട്ടു ഈ മാൻകുട്ടിയുമായിട്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഏത് ദേശത്തിൽ ആ കൃഷ്ണസാരം എന്ന് പറഞ്ഞാൽ മാൻകുട്ടി, കൃഷ്ണം എന്ന് പറഞ്ഞാൽ ഈ മൃഗം, കൃഷ്ണ എന്നൊക്കെ പറയുന്നത് മാനിനെ പറയുന്ന പേരാ. അതിൻ്റെ പര്യായമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യസ്മിൻ ദേശേ തസ്മിൻ ധർമാൻ നിബോധത. കൃഷ്ണസാരം എന്ന മൃഗം ഏത് ദേശത്തിലുണ്ടോ ആ ദേശം വൃദ്ധിസ്ഥാനമെന്ന് കൊള്ളുവിൻ എന്നൊക്കെ സ്മൃതി വചനപ്രകാരം ഉണ്ട് താനും. ഈ മാനുകൾ കൂടുതലുള്ള സ്ഥലം നല്ല സ്ഥലമായിരിക്കും. കാരണം അതൊക്കെ തിരഞ്ഞെടുക്കുന്നത് സാത്വിക സ്വഭാവമുള്ള ജീവിയാണ് ഈ മാന്. അത് ജീവിക്കാൻ കൂട്ടമായിട്ട് കാണുന്നത് പ്രത്യേകം നല്ല സ്ഥലമാണെന്ന് സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. അതുവരെ പറയുക. ആ കൃഷ്ണസാര സഞ്ചാരത്താൽ ഈ സ്ഥാനം യാഗഭൂമിയായി തീർന്നിരിക്കുന്നു എന്നൊക്കെ ജൽപ്പിക്കുകയാണ്. ശരിക്കും അതിനെ കണ്ടു കിട്ടി ഇതിവിടെ തന്നെ ഉണ്ടെന്നുള്ളൊരു ബോധം വന്ന സമാധാനമായതിൻ്റെ, ആശ്വാസത്തിൻ്റെ ഒരു വലിയൊരു പ്രവാഹമായിട്ട് അതങ്ങ് പറയുക. ഈ 24ാമത്തെ ലൈന് ഒന്നുകൂടെ വായിക്കാം. കിം വാരേ ആചരിതം തപസ്വിന്യാനയാ യദിയം അവനി സവിനയ കൃഷ്ണസാര തനയ തനുതര സുഭഗ ശിവതമ ആഖരഖുര പദപംക്തിഭിർദ്രവിണവിധുരാതുരസ്യ കൃപണസ്യ മമ ദ്രവിണപദവീം സൂചയന്ത്യാത്മാനം ച സർവദ കൃതകൗതുകം ദ്വിജാനാം സ്വർഗാപവർഗകാമാനാം ദേവയജനം കരോതി. ശിവതമ ഖുര പദപംക്തിഭി അഖര, അതെല്ലാം വാക്കുകളെല്ലാം വായിച്ചു നിങ്ങൾ. സവിനയ കൃഷ്ണസാര തനയ തനുതര സുഭഗ ശിവതമ അഖരഖുര പദപംക്തിഭിർദ്രവിണവിധുരാതുരസ്യ കൃപണസ്യ മമ ദ്രവിണപദവീം സൂചയന്ത്യാത്മാനം ച സർവദ കൃതകൗതുകം ദ്വിജാനാം സ്വർഗാപവർഗ കാമാനാം ദേവയജനം കരോതി. 25 ഇവിടം കൊണ്ട് നമ്മൾ നിർത്തുക. അഭിസ്വിദാസൗ ഭഗവാൻ ഉടുപതിരേന മൃഗപതി ഭയാൻ മൃതമാതരം മൃഗബാലകം സ്വാശ്രമ പരിഭ്രഷ്ടമനുകമ്പയാ കൃപണജനവത്സല പരിപാതി. അപസ്വിദാസൗ ആശ്രമ പരിഭ്രഷ്ടം, ആശ്രമത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന മൃഗബാലകം, ആ മൃതമാതരം എന്ന് വെച്ചാൽ അമ്മ മരിച്ചുപോയ ബാലകം, മാൻകുട്ടിയെ കൃപണജനവത്സല ദീനരിൽ വാത്സല്യത്തോടു കൂടിയ അസൗ ഭഗവാൻ ഉടുപതി, ഭഗവാനായ ഈ ചന്ദ്രൻ വൈകുന്നേരമായില്ലേ, മൃഗപതി ഭയാത് മൃഗപതി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ രാജാവായിരിക്കുന്ന
ആദ്യം സിംഹങ്ങളിൽ നിന്നൊക്കെയുള്ള ഭയത്തിൽ നിന്ന് അഭിസ്വിത പരിപാലിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. ആ ചന്ദ്രനിൽ മൃഗരൂപമായ ഒരു അടയാളം ഉണ്ടല്ലോ, നമ്മൾ കാണാറില്ലേ? ചന്ദ്രനിൽ മുയലിൻ്റെയൊക്കെ രീതിയിലുള്ള അടയാളം കണ്ടിട്ട് ആ മോഹത്തിൽ തൻ്റെ ആശ്രമസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോയ ആ തള്ളയില്ലാത്ത മാൻകുഞ്ഞിനെ സിംഹം മുതലായ മൃഗങ്ങളുടെ ഭയത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഭഗവാൻ ചന്ദ്രൻ മടിയിലിരുത്തി പാലിക്കുകയാണോ? ചന്ദ്രനെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുകയാണ്, ഏറ്റവും പൊക്കത്തിലല്ലേ ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അത് സിംഹത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ മടിയിലിരുത്തി പാലിക്കുകയാണോ? ഭ്രാന്തമായി മാൻകുട്ടിയുടെ പിന്നാലെ ഓടുന്ന ഭരതൻ്റെ ദയനീയമായ അവസ്ഥ. വീട് എല്ലാം വിട്ടിട്ട് പോകുന്ന ആൾ ഇപ്പോൾ തീരാ ബന്ധനത്തിലായി. ഒരു തരത്തിലും അറുത്ത് മുറിക്കാൻ പറ്റാത്ത ബന്ധം ഏതുമായിട്ട് ഈ മാൻകുട്ടിയുമായിട്ടുണ്ടായി എന്ന് പറയുന്നതിനാണ് ഈ കഥ മുഴുവൻ ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നത്. ഹരി ഓം.